ഹലോ ഗെയ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിന്നിവിടെ വത്തൽ മീൻ നത്തോലി അറിയില്ല, ആ മീൻ കിട്ടിയപ്പോഴേ പാലൊഴിച്ചൊരു കറി ഉണ്ടാക്കിട്ടോ. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടിങ്ങനെ വത്തൽ മീൻ കിട്ടുമ്പോഴേ നത്തോലി എന്നും പറയും. നല്ല അടി ഫ്രഷ് മീനാട്ടോ. അത്ര നല്ല മീൻ ഇവിടെ കിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ തേങ്ങാപ്പാൽ വെച്ച് കറി ഉണ്ടാക്കിയാലേ പിന്നെ ഒന്നും വേണ്ട, ചോറ്റ് കിട്ടും. നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ? അതിന് നമുക്കേ ഒരു മുറി തേങ്ങ മിക്സിയുടെ ജാറിലിട്ടിട്ടേ നന്നായി അരച്ചെടുത്തിട്ട് നമുക്കതിൻ്റെ തേങ്ങാപ്പാൽ എടുക്കട്ടോ. ആദ്യം നമ്മൾ തേങ്ങാപ്പാലാണ് എടുത്ത് വെക്കേണ്ടത്. എന്നിട്ട് നമുക്കേ തേങ്ങാപ്പാലൊക്കെ എടുത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടേ നന്നായി അടിച്ചിട്ടേ, ഒന്നാം പാൽ രണ്ടാം പാലൊന്നും എടുക്കണ്ട, ഒറ്റ പാലെടുത്താൽ മതി കേട്ടോ. ആദ്യം തന്നെ ഒരു പാൽ അതിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചാണ് ഒരു പാൽ മുഴുവൻ പിഴിഞ്ഞിട്ടൊരു പാത്രത്തിലെടുക്കുക കേട്ടോ. നമുക്ക് ആദ്യം അതെടുക്കാം. അങ്ങനെ കൂട്ടുകാരെ, നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, സബ് ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്യണേ. ഇനി നമുക്കേ ഇതിലെ ഉള്ളി, ഒരു 5-6 ചെറിയ ഉള്ളി, ഒരു 5-6 വെളുത്തുള്ളി, ഒരു 2-3 കഷ്ണം ഇഞ്ചി, ഇത് നമുക്കേ മിക്സിയുടെ ജാറിലൊന്ന് ചതച്ചെടുക്കട്ടോ. ഇത് ചതച്ചെടുത്തിട്ട് നമുക്ക് എളുപ്പമുണ്ട്. കുറച്ച് പുളി വെള്ളത്തിലിട്ടേക്കുക, ഒരു നെല്ലിക്കനോളം വലിപ്പത്തിൽ. ഞാൻ അപ്പോൾ ഇതിൽ 1/2 കിലോ മീൻ കൊണ്ട് ഉണ്ടാക്കി കേട്ടോ. നിങ്ങൾ അധികം 1 കിലോ മീൻ കൊണ്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അധികം പുളി എടുത്തോളി. ഇതിപ്പോൾ 1/2 കിലോ മീനക്കില്ല കൂട്ടാട്ടോ ഞാൻ പറയണത്. പുളി നന്നായി വെള്ളത്തിലിട്ട് ചിട്ടേ നല്ലോണം തിരുമ്മിയിട്ട് എടുക്കുക. നമുക്കൊരു മൺചട്ടി തീമക്കട്ടോ. മൺചട്ടി തന്നെ ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ. നിങ്ങൾ മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. മൺചട്ടിയിൽ ഞങ്ങൾ മറ്റിലും ഉണ്ടായിക്കോളി, മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. നമുക്ക് വെളിച്ചെണ്ണയൊക്കെ 2 ടേബിൾ സ്പൂൺ 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചോളി. ഞാൻ മൺചട്ടി ആയപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇതിൽ നിന്ന് കരിഞ്ഞ് പിടിക്കുക കരം, പുതിയ ചട്ടിയാകൊണ്ടേ. അങ്ങനെ എണ്ണയൊക്കെ നന്നായി ചൂടായി വരുമ്പോഴേ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ടീസ്പൂൺ ഉലുവ ഇട്ടിട്ടേ ഉലുവ നന്നായി പൊട്ടി വരുമ്പോഴേ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ചതച്ചതുണ്ടല്ലോ, ചെറിയുള്ളി, അതിട്ട് കൊടുക്കട്ടോ. എന്നാൽ ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. നിങ്ങൾ മീനൊക്കെ കിട്ടുമ്പോഴേ വത്തൽ മീനല്ല മത്തി കൊണ്ടും ഒക്കെ തേങ്ങാപ്പാൽ വെച്ചൊരു കറി ഉണ്ടാക്കി നിങ്ങൾ. ആ കറി മാത്രം മതി ചോറ് കഴിക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഇതിൻ്റെ മീനും നല്ല ടേസ്റ്റാണ്. ഞാൻ തേങ്ങാപ്പാൽ വെച്ച കറി ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്കൊന്ന് വീഡിയോ ഇട്ടതാണ്. അങ്ങനെ നമ്മളേ ഉലുവയൊക്കെ പൊട്ടി വരുന്നു കേട്ടോ. ഇനി നമുക്കേ ചതവിട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ഇതൊക്കെ ചതച്ചില്ലേ നമ്മൾ, ചെറിയുള്ളി ഇതൊക്കെ ചതച്ചിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേ നമുക്ക് പൊടികളും ചേർത്ത് കൊടുക്കാം, വേപ്പിൻ്റെയും ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഗെയ്സ് അതൊക്കെ മൂത്ത് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു വേപ്പിൻ്റെ ഒരു കഷ്ണം ഇട്ട് കൊടുക്കാം. ഇത് 2 വേപ്പിൻ്റെ ഇട്ടിട്ടേ അത് നല്ലോണം മൂത്ത് വരുമ്പോൾ നമുക്ക് പൊടികളും ചേർക്കുക. ഇത്ര പണിയുള്ളൂ. ഇങ്ങോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടേ മീനിട്ട 10 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടോ, ചെറിയ തീയിൽ ഫ്ലെയിം ചെറുതാക്കിയിട്ട്. അങ്ങനെ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. തേങ്ങ അരച്ചങ്ങാണ്ട് മീൻ കറി ഉണ്ടാക്കും കേട്ടോ. നിങ്ങൾ തേങ്ങാപ്പാൽ ഒഴിച്ചാണ് കറി ഉണ്ടാക്കി. നമുക്കൊരു വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾ 2 ആണെങ്കിൽ ഇട്ടോളൂ, ഞാൻ ഇപ്പോൾ 1 ഇട്ടിട്ടുള്ളൂ. കുട്ടികൾക്കൊക്കെ എരിവ് അധികം വന്നിച്ചിട്ടേ, എരി അധികം വേണമെങ്കിൽ 2 ഇട്ട് കൊടുത്തോളൂ. ഞാൻ 1 ഇട്ട് കൊടുത്തിട്ടോ. അങ്ങനെ വറ്റൽ മുളകും കൂടി ഒന്ന് മൂത്ത് വരട്ടോ. അപ്പം നമുക്ക് കറിവേപ്പില ഇട്ടിട്ട് നമ്മളെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 2 കറിവേപ്പില ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിമൊക്കെ ചെറുതാക്കി വെക്കണ്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകുള്ളൂ. അങ്ങനെ നമ്മളെ വേപ്പിൻ്റെ അരിയും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കിയിട്ടേ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളകും പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതൊരു പാത്രത്തിലിട്ട് നമുക്ക് ഇട്ട് കൊടുക്കട്ടോ. ഇതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിമൊക്കെ ചെറുതാക്കി ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ എന്താ അറിയോ, കരിഞ്ഞു പോകും. ഇനി നമ്മൾ ഉണ്ടാക്കിയ തേങ്ങാപ്പാലേക്ക് ഒഴിച്ച് കൊടുക്കട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പിന്നെ ഞങ്ങൾ തിളക്കോളം കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടി വെച്ചിട്ട് ലേശം ഉപ്പ് ഇട്ടിട്ട് തിളക്കോളം ഇളക്കിയിട്ടില്ലെങ്കിൽ എണ്ണ പിരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ തിളക്കോളം ഇളക്കണം, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകുള്ളൂ. ഇത് തേങ്ങാപ്പാലൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ട് നമുക്ക് പുളി ഒഴിക്കാം കേട്ടോ. തിളച്ച് വന്നിട്ട് പുളി ഒഴിച്ചാൽ മതി കേട്ടോ. അതിലിടക്ക് നിങ്ങൾ പുളി ഒഴിക്കരുതേ.
അവൻ പിരിഞ്ഞു പോകും. പുളി തട്ടുമ്പോൾ പിരിഞ്ഞു വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. തേങ്ങാപ്പാലൊക്കെ പാകത്തിന് ഉപ്പിട്ടിട്ടേ തേങ്ങാപ്പാൽ നമ്മളൊന്ന് തിളക്കോളം ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പിരിഞ്ഞു പോകുള്ളൂ. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചാണ്ട് കയ്യിലെടുത്ത് കണ്ട് നിൽക്കിയത്. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ അത് തിളക്കോളം ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഫ്ലെയിം നല്ലോണം തന്നെ കൂട്ടിയാൽ പിന്നെ മൺചട്ടി ചൂടായാൽ പിന്നെ തള നല്ലോണം വരുമല്ലോ. തിളച്ച് തൂക്കണമെന്ന് നോക്കൊണ്ടു. തോനെ വെക്കുമ്പോൾ നിങ്ങൾ വലിയ മൺചട്ടി എടുത്തോളൂ. ഞാൻ ഇപ്പോൾ 1 കിലോ കൊണ്ട് വെക്കണം. അതുകൊണ്ട് തിളച്ച് വരുന്നുണ്ടെങ്കിൽ പുളി ഒഴിച്ച് കൊടുക്കാം. പുളിയൊക്കെ പിഴിഞ്ഞ് ഒരു നെല്ലിക്കൻ്റെ വലുപ്പത്തിൽ പുളി ഇട്ടോ. പുളി അധികമായ ടേസ്റ്റ് ഉണ്ടാവില്ല. പുളി നല്ലോണം ഉണ്ടാകാൻ പാടില്ല. അധികം ഏറിയാൽ പുളിപ്പാക്കാരം. പുളിയൊക്കെ പാകത്തിന് ഇടാൻ പറ്റുള്ളൂ. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേ നത്തോലി വത്തൽ മീൻ ഇട്ടോ. അടിപൊളി വൃത്തിയില്ല മീനാട്ടോ, ഉടഞ്ഞു പോകുന്നില്ല. നല്ല വൃത്തിയില്ല മീനേനും അത് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇതിട്ട് കൊടുത്തിട്ടേ നമ്മൾ വല്ലാതെ ഇളക്കാൻ നിൽക്കിയത് ഉടഞ്ഞു പോകും. പതുക്കെ കയ്യിലിൻ്റെ തവി കൊണ്ട് ഒന്നിങ്ങനെ അമർത്തി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ആദ്യമൊക്കെ ഫ്ലെയിം ഒന്ന് തിളക്കോളം കൂട്ടുക, പിന്നെ ഫ്ലെയിം ചെറുതാക്കുക. ഇത് നമുക്കേ ഇതിൻ്റെ എണ്ണ അങ്ങോട്ട് പിരിഞ്ഞിട്ടേ ചുവന്ന കളർ തേങ്ങാപ്പാലിൻ്റെ എണ്ണ പിരി അങ്ങോട്ട് അതിൻ്റെ വെളിച്ചെണ്ണ അങ്ങോട്ട് ചുവന്ന കളറിൽ മസാല പിടിച്ചിട്ടേ എണ്ണ അങ്ങോട്ട് പിരിയണം. ചെറിയ തീയിൽ കിടന്നിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എന്നിട്ട് ആ മൺചട്ടി കുറച്ച് നേരം ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് എടുത്തുങ്ങാണ്ട് കഴിച്ചാണ്ടല്ലോ ചോറിൻ്റെ കൂടെ. വേറെ ഒരു കൂട്ടാനും വേണ്ട, ഒരു പറ ചോറുണ്ടാകും. ഇത് മതി കേട്ടോ. അങ്ങനെയുള്ള മീൻ കറിയൊക്കെ നല്ലോണം തിളച്ച് വന്ന് 10 മിനിറ്റ് കഴിഞ്ഞിട്ടോ ഒക്കെ തുറന്ന് നോക്കാം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എണ്ണയൊക്കെ പിരിഞ്ഞു വന്നില്ലേ ചുവന്ന കളറിൽ. നല്ലൊരു ടേസ്റ്റാണ്. ഇതിലത്തെ മീനും ഇതിലത്തെ കറിയാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ കഴിച്ചാൽ നല്ല രസമാണ്. ഇത് മാത്രം മതി നിങ്ങൾക്ക് ചോറ് കഴിക്കാൻ. അങ്ങനെ ഗെയ്സ് നമ്മൾ മീൻ കറിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, സബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു, നന്ദി, നമസ്കാരം.